ഹലോ, നമസ്കാരം. എൻ്റെ പേര് അഗസ്റ്റിൻ. ഞാനിപ്പം മലയാളം ബൈബിൾ വായിക്കാൻ പോവുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. എനിക്ക് മലയാളം എൻ്റെ മദർ ടങ് അത്ര നന്നായിട്ട് അറിയത്തില്ല. അപ്പോൾ ഇതെൻ്റെ ഒരു പ്രാക്ടീസ് സെഷനാണ്. ഈ പുസ്തകമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്, മലയാളം ബൈബിൾ. ഇത് ഈ KCBC ബൈബിൾ കമ്മീഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള ബൈബിളാണ്. അതിലെ പഴയ നിയമം ഞാൻ വായിക്കാൻ പോവാണ്. ഉൽപ്പത്തി അധ്യായം 1. ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് പാസ്റ്ററൽ ഓറിയന്റേഷൻ സെന്റർ, സെക്രട്ടേറിയറ്റ്, കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ, KCBC. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് കൊച്ചി, കേരള, ഇന്ത്യ. പാസ്റ്ററൽ ഓറിയന്റേഷൻ സെന്റർ, POC മലയാളം ബൈബിൾ എന്ന് പറയുന്നത്. പ്രിന്റ് ചെയ്തത് ഡിവൈൻ പ്രിന്റേഴ്സ് ആൻഡ് പബ്ലിഷേഴ്സ്, മുരിങ്ങൂർ, ചാലിക്കുടി. ഇതിന്റെ വില 440 രൂപ. പ്രിന്റ് ചെയ്ത ഡേറ്റ് 19th February 2016. ഇതിന്റെ ചീഫ് എഡിറ്റർ ഡോക്ടർ സെബാസ്റ്റ്യൻ വടക്കുപുടൻ, റെവറൻഡ് ഫാദർ ചെറിയാൻ കഞ്ഞിരിക്കൊമ്പിൽ, SSL, ഡോക്ടർ മൈക്കിൾ കരിമറ്റം. ലാംഗ്വേജ് എഡിറ്റേഴ്സ് പ്രൊഫസർ തോമസ് മാത്യു, റെവറൻഡ് ജോൺ കുന്നപ്പള്ളി, സർ അനീറ്റ. ഇതിനെ കുറെ കൊളാബറേറ്റഡ് ടെക്നിക്കൽ മെൻഷൻഡ് ആണ്. അങ്ങനെ ഞാൻ ഇതിലോട്ട് പോട്ടെ. ഓക്കെ, എൻ്റെ പ്രേക്ഷകരെ, ഞാൻ തുടങ്ങുന്നു. ഉൽപ്പത്തി അധ്യായം 1. ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനുമേൽ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുത്തെ വെളിച്ചത്തെ ഇരുളിന്നും വേർതിരിച്ചിരുന്നു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി 1-ാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിതാനം ഉണ്ടാകട്ടെ. അത് ജലത്തെ രണ്ടായി തിരിക്കട്ടെ. ദൈവം വിതാനമുണ്ടാക്കുകയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചു. വിതാനത്തിന് അവിടുന്ന് ആകാശമെന്ന് പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി 2-ാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത്
ഒരുമിച്ച് കൂടട്ടെ. കര പ്രത്യക്ഷപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചു. കരയ്ക്ക് ഭൂമിയെന്നും ഒരുമിച്ചു കൂടിയ ജലത്തിന് കടലെന്നും ദൈവം പേരിട്ടു. അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അരുളിച്ചെയ്തു, ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുകൾ കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങൾ മുളപ്പിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങൾ ധാന്യച്ചെടികളും വിത്തുകളുള്ള ഫലങ്ങളൊടുങ്ങിയ വൃക്ഷങ്ങളും മുളപ്പിടിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, മൂന്നാം ദിവസം. ദൈവം വീണ്ടും അരുളിച്ചെയ്തു, രാവും പകലും വേർതിരിക്കാൻ ആകാശവിതാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ. അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ. ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ വേണ്ടി അവ ആകാശവിതാനത്തിൽ ദീപങ്ങളായി നിൽക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ദൈവം 2 മഹാദീപങ്ങൾ സൃഷ്ടിച്ചു. പകലിനെ നയിക്കാൻ വലുത, രാത്രിയെ നയിക്കാൻ ചെറുത്. നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. ഭൂമിയിൽ പ്രകാശം ചൊരിയാനും പകലിനെയും നിയന്ത്രിക്കാനും വെളിച്ചത്തെ ഇരുളിൽ നിന്നു വേർതിരിക്കാനും ദൈവം അവയെ ആകാശവിതാനത്തിൽ സ്ഥാപിച്ചു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, 4-ാം ദിവസം. ദൈവം വീണ്ടും അരുളിച്ചെയ്തു, വെള്ളം ജീവജലങ്ങളെ പുറപ്പെടുവിക്കട്ടെ. പക്ഷികൾ ഭൂമിക്ക് മീതെ ആകാശവിതാനത്തിൽ പറക്കട്ടെ. അങ്ങനെ ദൈവം ഭീമാകാരങ്ങളായ ജലജന്തുക്കളെയും കടലിൽ പറ്റം ചേർന്ന് ചരിക്കുന്ന സകലവിധ ജീവികളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അവയെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സമൃദ്ധമായി പെരുക്കി കടലിൽ നിറയുവിൻ. പക്ഷികൾ ഭൂമിയിൽ പെരുക്കട്ടെ. സന്ധ്യയായി, പ്രഭാതമായി, 5-ാം ദിവസം. ദൈവം വീണ്ടും അരുളിച്ചെയ്തു, ഭൂമി
എല്ലാത്തരം ജീവജാലങ്ങളെയും കന്നുകാലികളെയും ഇഴജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ എന്നിവയെ പുറപ്പെടുവിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ദൈവം എല്ലാ ഇനം കാട്ടുമൃഗങ്ങളെയും കന്നുകാലികളെയും ഇഴജന്തുക്കളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വ ജീവികളെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായ അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ദൈവം അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുകൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. ഭൂമിയിലെ മൃഗങ്ങൾക്ക്, ആകാശത്തിലെ എല്ലാ പറവകൾക്ക്, ഇഴജന്തുക്കൾക്ക്, ജീവശ്വാസമുള്ള സകലത്തിനും ആഹാരമായി ഹരിസസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചു. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരുന്നുവെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, 6-ാം ദിവസം. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. ദൈവം തന്റെ ജോലി എല്ലാം 7-ാം ദിവസം പൂർത്തിയാക്കി. ഞാൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ചു 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തന്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. ഇതാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉത്പത്തി ചരിത്രം. അങ്ങനെ ഉൽപ്പത്തി 1-ാം തീയതി ഞാനിപ്പം വായിക്കാനായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ബോധപൂർവം ഞാൻ ചെയ്ത തെറ്റുകൾ, പിന്നെ
ഇംപെർഫെക്ഷൻസ് എന്തായിരുന്നു, ഞാനത് മാറ്റിയിട്ടില്ല. ആം, അങ്ങനെയാണ് ആക്ച്വലി ഒരു ഭാഷ പഠിക്കുമ്പോൾ അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ആ പ്രോസസ്സ് ഞാൻ ഡിനൈ ചെയ്യുന്നില്ല. അത് കാരണം നിങ്ങൾക്ക് ഒരു എൻകറേജ്മെന്റ് ആകട്ടെ. മലയാളം നന്നായിട്ട് അറിയത്തില്ലാത്തവർക്ക് മലയാളം പഠിക്കാൻ ഉള്ള ഒരു മോട്ടിവേഷൻ ആകട്ടെ എന്ന് വേണ്ടിയിട്ട് ഞാനിപ്പം ഇത് വെക്കുന്നു, ഒരു അവയർനെസ്. കുറേ മലയാളികൾ എന്തായിരുന്നു മൈഗ്രേറ്റ് ചെയ്തിട്ട് അവരുടെ റൂട്ട്സ് ആക്ച്വലി ഫൊർഗെറ്റ് ചെയ്യുന്നു. അപ്പം അത് കാരണം മലയാളം വായിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ തന്നെ ആക്ച്വലി എന്തായിരുന്നു, ഈ മലയാളം ഇത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റത്തില്ലാത്തത് ഒരു നല്ലൊരു കാര്യമല്ല. ഞാനിവിടെ ഓസ്ട്രിയയിലാണ് ജീവിക്കുന്നത്. ഇവിടെ ജർമ്മനാണ് നമ്മൾ സംസാരിക്കുന്നത്. ജർമ്മൻ ആണെങ്കിൽ എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, നന്നായിട്ട് എഴുതാൻ അറിയാം. എനിക്ക് എസ്സേസ് ചെയ്യാൻ പറ്റും, സയന്റിഫിക് ആർട്ടിക്കിൾസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, എനിക്ക് റിസർച്ച് പേപ്പേഴ്സ് എഴുതാൻ പറ്റും, ജർമ്മനിലും ഇംഗ്ലീഷിലും പറ്റും. പക്ഷെ മലയാളത്തിലാണെങ്കിൽ എനിക്കൊരു സിമ്പിൾ നോ ഒരു നോവലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുസ്തകമോ എനിക്കൊന്നും വായിക്കാൻ പറ്റുന്നില്ല. അപ്പം അതൊരു ഇമ്പ്രൂവ്മെന്റ് ആണ് ഞാൻ ചെയ്യേണ്ടത്, ഈ എൻ്റെ സ്വന്തം മാതൃഭാഷ അറിയുക എന്നുള്ളത്. അപ്പൊ ഇത് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പം ഈ എന്തായിരുന്നു ബൈബിൾ ഞാൻ വായിച്ചിട്ട് ഞാൻ ഇത് ഇപ്പം ഓൺലൈനായിട്ട് ഞാൻ ഇടുന്നത്. ഞാൻ ഈ ബൈബിൾ ആദ്യമായിട്ട് ഇടുന്ന ആളല്ല. കുറെ ഓഡിയോ ബൈബിൾ വേർഷൻസ് ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷെ എൻ്റെ വേർഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഈ മലയാളം അറിയത്തില്ലാത്ത ഫോറിൻ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ അവരുടെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്നില്ലാത്ത ആൾക്കാര് അവര് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ഓക്കെ, താങ്ക് യു.